വാട്സപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒപ്പോ എൻകോ എയർ 3 പ്രോ എന്ന് പറയുന്ന ഒരു ഇയർബഡാണ്. സോ ഇതെനിക്ക് ഏകദേശം ഒരു 3000 റുപ്പീസിന് ആമസോണിൽ കിട്ടിയതാണ്. സോ ഞാൻ ഇതെടുത്തത് ആമസോൺ സെയിലിനാണ് കേട്ടോ. പിന്നെ ഇതെടുക്കാനുള്ള മെയിൻ കാരണം തന്നെ ഇത് എൽഡാക് സപ്പോർട്ടോടു കൂടി വരുന്ന ഒരു ഇയർബഡാണ്. സോ നമുക്കെന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലിങ്ങോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ വരുന്നത് മെയിനായിട്ട് എൽഡാക് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ, ബ്ലൂടൂത്ത് 5.3, അങ്ങനെ കുറേ ഫാസ്റ്റ് ചാർജിങ് ആൻഡ് ലോങ് ബാറ്ററി ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കെന്തായാലും അൺബോക്സ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മുടെ ഇയർബഡ് ഇരിപ്പുണ്ട്. സോ ലെഫ്റ്റും റൈറ്റും മാറിപ്പോയിരിക്കാൻ വേണ്ടി ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ് കേട്ടോ. സോ ആ കാണുന്ന 2 മാഗ്നറ്റാണ് നമ്മുടെ ഇയർബഡ് ചാർജ് ആകാൻ സഹായിക്കുന്നത്. ഓക്കെ, ഫോക്കസ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ കാണുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലേ, അതുവഴിയാണ് നമ്മുടെ ബഡ് ചാർജ് ആകുന്നത്. പിന്നെ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് എന്തായാലും അങ്ങോട്ട് വെച്ചേക്കാം. പിന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്. പിന്നെ ഒപ്പോ എന്ന് പറയുന്ന ഒരു എൻഗ്രേവിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഇയർബഡ് എടുക്കുകയാണെങ്കിൽ ഒരു കേസ് ഇട്ട് യൂസ് ചെയ്യുക. സോ റഫ്യൂസ് ആണെങ്കിൽ ഇത് മൊത്തം പോവും, മൊത്തം അലമ്പാവും. പിന്നെ നമുക്കെന്തായാലും നോക്കാം ഇതിനകത്ത് തന്നെയൊക്കെ ഉള്ളതെന്ന്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? ഓക്കെ, സോ ആദ്യം തന്നെ ഇയർ ടിപ്പ് കാണാം. സോ നമ്മുടെ ചെവിക്ക് കറക്റ്റായിട്ടുള്ള ഇയർബഡൊക്കെ യൂസ് ചെയ്യുക. USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ആരും വായിച്ചു നോക്കാത്ത പേപ്പറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഫോൺ എടുത്തിട്ട് ഇതെല്ലാം കണക്ട് ചെയ്യാം. സോ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഹെയ് മെലഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ OnePlus-ൽ ഒക്കെയാണ് കൂടുതലും കാണാറുള്ളത്. സോ ആ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. സർവം BBK ഇലക്ട്രോണിക്സ് ആണല്ലോ. അത് നമുക്കെന്തായാലും കണക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, കണക്റ്റായി. സോ ഡിവൈസ് കണക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ കേസിൽ തന്നെ ഒരു 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതിനകത്തോട്ട് വരുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലെപ്പോഴും യൂസ് ചെയ്യുക ബാസ് ബൂസ്റ്റ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കിയൊക്കെ നല്ല ചെവി തുളച്ച് ചേർന്ന ടൈപ്പ് സൗണ്ടാണ്. പിന്നെ നിങ്ങൾ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ എൽഡാക്ക് ഹൈറസ് മോഡ് എനേബിൾ ചെയ്യാൻ മറക്കല്ല്. ഡിഫോൾട്ടായിട്ട് AC മോഡായിരിക്കും. സോ എൽഡാക്കും ഹൈറസ് മോഡും എനേബിൾ ചെയ്യുക. കുറച്ച് ബാറ്ററി നന്നായിട്ട് വലിക്കുമെങ്കിലും നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇത് നമുക്ക് സൗണ്ട് ട്യൂണിങ്ങിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഗോൾഡൻ സൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഒരു നമ്മുടെ ഇയർബഡ് ഒരു സൗണ്ട് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. EQ പോലെ തന്നെ, പക്ഷേ EQ എന്ന് പറയുമ്പോൾ മറ്റേ ഗ്രാഫ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഇതങ്ങനെയല്ല. ഇതിനകത്ത് തന്നെ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് വെച്ച് ജസ്റ്റ് അത് അനലൈസ് ചെയ്ത് എങ്ങനെയാണോ നമുക്ക് കംഫോർട്ടാകുന്നത് ആ രീതിക്ക് സെറ്റ് ചെയ്യുക. സോ ഞാൻ ഇതൊന്ന് റഫായിട്ട് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ടോ, അവർ എഴുതിയേക്കുന്നുണ്ടോ, വെൻ ദ ബീപ്പ് ഹാസ് ജസ്റ്റ് ഡിസപ്പിയർ. അതായത് ഡിസപ്പിയർ ആകുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാനൽ അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് വിടുക. ഇത്രയുള്ള പരിപാടി. അങ്ങനെ 2 ഇയർബഡും നമുക്ക് ലെഫ്റ്റും റൈറ്റും ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. സോ ഇതാണ് ആ ഡയഫ്രം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് കറക്റ്റായിട്ടാണ്, അതുകൊണ്ടാണ് എല്ലാം നല്ല കറക്റ്റായിട്ട് കാണിക്കുന്നത്, മിഡും ഹൈയും ലോ ഫ്രീക്വൻസിയും ഒക്കെ. സോ നമുക്കെന്തായാലും അടുത്ത ഓപ്ഷൻ നോക്കാം. ഇനിയുള്ളത് ഒപ്പോ എലൈവ് സൗണ്ട് എന്നാണ്. അതായത് 360 ഡിഗ്രി ഓഡിയോ. അതായത് നമ്മൾ തലയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ 360 ഡിഗ്രി കറങ്ങി അടിക്കുന്ന സൗണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. പിന്നെ ഗെയിം മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ കണക്ഷനുണ്ട്. നമുക്ക് ഒരു ഇയർബഡ് വേറൊരു ഡിവൈസിലോട്ട് വേണം കണക്ട് ചെയ്യാം. സോ അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. ഇതിന് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്തായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇതിൻ്റെ ഒരു യൂസർ വ്യൂ പറയുകയാണെങ്കിൽ
സംഭവം എൽഡാക്ക് കോഡക്കിൻ്റെ നല്ല കറക്റ്റ് ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ വലിയ വലിയ ഇയർബഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. 3000 രൂപ റേഞ്ചിലുള്ള ഒരു ഇയർബഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. സോ നിങ്ങൾക്ക് ഏകദേശം ഇതൊരു ഓഫറിൽ വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയെടുക്കാൻ നൈറ്റാണ്. പിന്നെ ഇത് ചാർജിങ് നമുക്കൊരു 2 സിനിമ മൊത്തം കാണാൻ പറ്റത്തില്ല, ഒരു 2.5 പടം കാണാൻ പറ്റും. അതായത് ഹൈറസ് മോഡ് ആണെങ്കിൽ. AC ആണെങ്കിൽ നമുക്ക് ഫുള്ള് കാണാം. സോ ഗൈസ്, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സോ ഇപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ സൈനിങ് ഓഫ്.